ഇല്ല, ഹൗസ് ഡ്രൈവർ വിസയിലാണ് പോയത്. ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്പോൺസറുടെ മകനാണ് തൊട്ടടുത്തുണ്ടായത്. അവനാണ് മരണപ്പെട്ടത്. സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം. റെഡ് സിഗ്നൽ കട്ട് ചെയ്യാൻ വിശ്രമിച്ച് അവൻ ദേഷ്യപ്പെട്ടു. ഭാഷകൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി സ്വയം മനസ്സിലാക്കാതെ ദേഷ്യത്തിലാണ് ഏത് ഭാഷ ആയാലും. വണ്ടി എടുക്കാത്തതിൻ്റെ പേരിൽ അവൻ തുപ്പിയതാണ്. ഈ സമയത്ത് കൈവീശാണ് മുഖത്തിന്. പക്ഷേ തല കുറച്ച് പൊക്കി കഴുത്തിലെ അടി കൊണ്ടത്. പിന്നീട് അറിയാൻ പറ്റും അവന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്ത ഉണ്ടായിരുന്നു. ഹായ്, നമസ്കാരം. അപ്പോൾ 2 ദിവസം മുമ്പാണ് അബ്ദുൾ റഹീം 20 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞിട്ട് നമ്മളെ കേരളത്തിലേക്ക് എത്തിയത്. അപ്പോൾ അതിനാസ്പദമായിട്ടുള്ള സംഭവം മൂപ്പര് പറയുന്ന കാര്യം മാതൃഭൂമിക്ക് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗസ് ഡ്രൈവറായിട്ട് ഒരു അറബിൻ്റെ വീട്ടിൽ പോയി. അറബി ഒരു സുഖമില്ലാത്ത കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ സുഖമില്ലാത്ത കുട്ടീനായിട്ട് വണ്ടി പോകുന്ന സമയത്ത് റെഡ് സിഗ്നൽ കത്തി. നിങ്ങൾക്ക് അറിയില്ല, ഗൾഫിലും സൗദിയിലൊക്കെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലുള്ള നിയമങ്ങളല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സീബ്ര ക്രോസിംഗ് കൂടെ ആരെങ്കിലും നടന്നു പോകണമെങ്കിൽ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ടാവും, ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നുണ്ടാവും. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. പക്ഷേ ദുബായിലൊക്കെ സീബ്ര ക്രോസിങ്ങിലൂടെ ഒരാൾ നടന്ന് പോവുകയാണെങ്കിൽ ഒരു 100 മീറ്റർ അപ്പുറത്ത് നിന്ന് നിർത്തി കൊടുക്കണം, ഇല്ലെങ്കിൽ പണി പാളും, ഫൈനായിട്ട് വരും. ശക്തമായ നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് ഗൾഫ്, ദുബായ് രാജ്യങ്ങൾ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് റഹീമിൻ്റെ ഒപ്പം ഒരു സുഖമില്ലാത്ത കുട്ടി ഉണ്ടായിരുന്നു. സുഖമില്ലാത്ത കുട്ടി പറഞ്ഞു റെഡ് സിഗ്നൽ ആയാലും പ്രശ്നമില്ല, ഈ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞിട്ട് ചൂടായി. അവസാനം എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടി റഹീമിൻ്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ നമുക്കറിയാമല്ലോ, സാധാരണ നമ്മളെ മുഖത്ത് കാര്യങ്ങൾ തുപ്പിയാൽ നമ്മളെ റിയാക്ഷൻ ഉണ്ടാവും. റഹീമിക്ക് പറയുന്ന അനുസരിച്ചിട്ടാണ്, നമുക്ക് ഈ കഥ അറിയുള്ളൂ, വേറെ ഒന്നും ഇതിനപ്പുറത്തെന്താ നടന്നതെന്നോ അതൊന്നും നമുക്കറിയില്ല. പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് കൈ ബാക്കോട്ട് വീശിയപ്പോൾ കുട്ടീൻ്റെ കഴുത്തിന് കൊണ്ട് അവിടെ എന്തോ സർജറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുട്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കുട്ടി മരണപ്പെടുകയുണ്ടായത്. ഇതാണ് ഈ ഒരു കാര്യം പറയുമ്പോൾ റഹീം മോചിതരായി. മറ്റൊരാളും കൂടി MLA ജയിലുണ്ട്, നിമിഷപ്രിയൻ്റെ മതമാണോ നിങ്ങളുടെ പ്രശ്നം? റഹീമിൻ്റെ മതം ആയതുകൊണ്ടാണോ? അത് ഒരിക്കലുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഹീമിൻ്റെ ആ ഒരു കൊലക്കുറ്റം ചെയ്തിട്ടുള്ള ആ കുട്ടിയുടെ കുടുംബക്കാർ പറഞ്ഞു പൈസ തന്നു കഴിഞ്ഞാൽ റഹീം റിലീസായി പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് 35 കോടിയായിട്ട് പിരിച്ചു കൊടുത്തത്. പക്ഷേ നിമിഷപ്രിയൻ്റെ കേസിൽ ഒരിക്കലും അവർ സമ്മതിക്കണില്ല. കാരണം ആ 2 സംഭവങ്ങൾ ഞാൻ പറഞ്ഞില്ല. റഹീമിൻ്റെ കേസ് ബാക്കോട്ട് കൈ വീശിയപ്പോൾ കുട്ടിൻ്റെ കഴുത്തിൽ അറിയാതെ കൊണ്ടുവന്നാ പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ആ കുട്ടി മരണപ്പെട്ടിട്ടുള്ളത്. നിമിഷപ്രിയൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2008 നിമിഷപ്രിയ MLAക്ക് പോകുന്നത്. അങ്ങനെ MLAക്ക് പോയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അവസാനം ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടായി, തലാലി എന്ന് പറഞ്ഞ ഒരു യമൻ സ്വദേശിയായിട്ട്. അങ്ങനെ ഓരെന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലിനിക്ക് തുടങ്ങി, 2 പാർട്ണർഷിപ്പിൽ തുടങ്ങി. അവിടുന്ന് ഒരുപാട് പ്രശ്നങ്ങളോ, സെക്ച്വൽ ഹറാസ്മെൻറ്റ്, പീഡനങ്ങൾ, പാസ്പോർട്ട് പിടിച്ചുകൊണ്ടുപോയി ഈ തലാലി നിമിഷപ്രിയ അവിടെ നിന്ന് ഒരുപാട് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ സഹിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു. ആ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, പാസ്പോർട്ട് ആണെങ്കിൽ തലാലിൻ്റെ അടുത്ത്. അങ്ങനത്തെ ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങൾ ഉണ്ടാവുമല്ലോ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി, പക്ഷേ പാസ്പോർട്ട് ഇല്ലാതെ എങ്ങനെ പോകും? ഒരു അന്യനാട്ടിൽ കുടുങ്ങിപ്പോയ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ് അന്ന് നിമിഷപ്രിയക്ക് ഉണ്ടായത്. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം നിമിഷപ്രിയ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെഡേറ്റീവ്സ് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ മയക്കിക്കിടത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം മരുന്ന്. അത് അടിച്ചു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ നമ്മൾ ഓർമ്മയില്ലാതെ കിടക്കും, ബോധം പോകും, ഉറക്കത്തിലായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ഉണരും. പക്ഷേ അന്ന് നിമിഷപ്രിയൻ്റെ അടുത്തുനിന്ന് ഒരു കയ്യബദ്ധം സംഭവിച്ചു. ആ സെഡേറ്റീവ്സ് കുത്തിവെച്ചത് ഓവറായി. ആ ഓവർഡോസ് കാരണം തലാൽ മരണപ്പെടുകയുണ്ടായത്. പിന്നെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, നിമിഷപ്രിയ പാസ്പോർട്ട് എടുത്തു. തലാലിൻ്റെ കൊന്നത് താനാണ്, അത് മറ്റാരും അറിയരുത് എന്ന് ആ ഒരു ഇതിൽ തലാലിൻ്റെ ബോഡി 100 കണക്കിന് കഷ്ണങ്ങൾ, നമ്മൾ ഇറച്ചി വെട്ടേണ്ട പോലെ ചെറിയ ചിക്കൻ 65 വലുപ്പമുള്ള പീസുകൾ, ഒരു മനുഷ്യ ശരീരം പീസാക്കിയിട്ട് അവസാനം ഒരു വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്നുള്ളതാണ് നിമിഷപ്രിയൻ്റെ കേസ്. അപ്പോൾ ഈ കേസും ആ കേസും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് ആക്സിഡൻ്റൽ ഡെത്താണ്, പക്ഷേ ഇത് മനസാക്ഷിൻ്റെ കോടത്തിൽ ചിലപ്പോൾ നിമിഷപ്രിയ ഒരു നിരപരാധി ആയിരിക്കും. പക്ഷേ ആ സെഡേറ്റീവ്സ് കൊടുത്ത് മരിച്ച വരെ ഓക്കെ, പക്ഷേ അതിനുശേഷം നടന്നിട്ടുള്ള ക്രൂരകൃത്യമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ചെറിയ ഇറച്ചി കഷ്ണം വെട്ടേണ്ട പോലെ ഒരു വാട്ടർ ടാങ്കിൽ കുളിപ്പിച്ച് അവരുടെ കുടുംബക്കാരുടെ അവസ്ഥ എന്തായിരിക്കും, അവരുടെ മാനസിക നില എന്തായിരിക്കും? അതുകൊണ്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് നിമിഷപ്രിയക്ക് തൂക്ക് കയറ് തന്നെ കൊടുക്കണം. കാന്തപുരം അടക്കം ഒരുപാട് ആൾക്കാർ അവിടുത്തെ മുഫ്തിമാരുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ പോലും കുടുംബം സമ്മതിക്കണില്ല, തലാലിന് സഹോദരൻ സമ്മതിക്കില്ല. കാരണം അവരുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ സ്വന്തം സഹോദരനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി ഒരാൾക്ക് മാപ്പ് കൊടുക്കാൻ അവർക്ക് മനസ്സ് വരുന്നില്ല. ഇതിന് മതത്തിന് യാതൊരു റോളും ഇല്ല. അവരുടെ കുടുംബക്കാർ ബ്ലഡ് മണി ആവശ്യപ്പെട്ടിട്ട് റിലീസാക്കാൻ പറഞ്ഞ നിമിഷപ്രിയ റിലീസാണ്, പക്ഷേ അവർ സമ്മതിക്കണില്ല. ബ്ലഡ് മണി വേണ്ടെന്ന്, ബ്ലഡ് മണിനെക്കാട്ട് ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ സഹോദരൻ്റെ ജീവനാണെന്ന് പറഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത്. ഇതിന് മതത്തിനോ മറ്റുള്ള പ്രശ്നത്തിനോ യാതൊരു റോളില്ല. ഇന്നത്തെ കാലത്ത് എന്ത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും അതിൽ മതം നോക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഓരെ മനസ്സിലാക്കിയിട്ടോ യാതൊരു കാര്യമില്ല. അപ്പോൾ ഇതാണ് ആ സംഭവം ഈ സംഭവം തമ്മിലുള്ള ഒരു മാറ്റം. 24 മണിക്കൂറും ഈ മതം പൊഴിഞ്ഞ് തിന്നുന്ന ആൾക്കാർക്ക് കാര്യങ്ങളുടെ കടപ്പുവശം എന്താണെന്ന് മനസ്സിലാവില്ല. അത് നിമിഷപ്രിയൻ്റെ കേസിലാണെങ്കിലും റഹീമിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. റഹീമിൻ്റെ കേസ് ഇപ്പോൾ കുടുംബം പറയുകയാണ് ഞങ്ങൾക്ക് പൈസ വേണ്ട, ഞങ്ങൾക്ക് റഹീം തൂക്കിലേറ്റിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഹീമിന്ന് നാട്ടിലെത്തൂല. അവിടെ ഇരയാക്കപ്പെട്ട ആളുടെ കുടുംബങ്ങൾ പറയുന്ന വാക്കിനാണ് അവിടെ വരുള്ളൂ. ഇപ്പം നിമിഷപ്രിയൻ്റെ കേസിൽ തലാലിൻ്റെ കുടുംബം മാപ്പ് കൊടുക്കുകയാണെങ്കിൽ
നിമിഷപ്രിയ എന്ന നാട്ടിലെത്തിയത്. അപ്പോൾ അതാണ് രണ്ട് സംഭവം തമ്മിലുള്ള വ്യത്യാസം. രണ്ടും ഒരാളെ മനഃപൂർവ്വമായിട്ട് കൊല്ലണം എന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങളല്ല. നിമിഷപ്രിയൻ്റെ കേസിലാണെങ്കിൽ ക്രൂരമായിട്ടുള്ള എന്താ പറയുക, ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുക്കുക, അതേപോലെ തന്നെ പീഡനങ്ങൾ, പാസ്പോർട്ട് പൂഴ്ത്തി വെച്ച് അവിടെ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായപ്പോൾ ചെയ്തു പോയതാണ്. റഹീമിൻ്റെ കേസിലാണെങ്കിലും കൈ ബാക്കോട്ട് വീശപ്പോൾ അറിയാതെ കഴുത്ത് തട്ടി ചെയ്തതാണ്. ഒന്നും മനഃപൂർവ്വമായിട്ട് ചെയ്ത കാര്യങ്ങളല്ല. പക്ഷേ നിമിഷപ്രിയൻ്റെ കേസിൽ രണ്ടാമത് ചെയ്ത കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. വെട്ടി നുറുക്കി പീസാക്കി കഷ്ണങ്ങളാക്കി. ഒരു സാധാരണ മനുഷ്യന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിക്കുക. പീസാക്കിയിട്ട് മനുഷ്യരും വാട്ടർ ടാങ്കിൽ കൊണ്ടിട്ടത് ഒരു തരത്തിലുള്ള ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. അത് നിങ്ങളെ മതം നോക്കിയാൽ ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. 24 മണിക്കൂർ മതം പിഴുങ്ങി തിന്നുന്ന ആൾക്കാർക്ക് മതം നോക്കി നടക്കുക. അല്ലാതെ ഏത് മതക്കാരൻ്റെ കയ്യിൽ മുറിവ് വന്നാലും ചോപ്പ് ചോരയുടെ പുറത്തേക്ക് വരിക എന്നുള്ള ബോധമുള്ളവർക്ക് ഇതിൽ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് ഈ രണ്ട് സംഭവങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അത് മനസ്സിലാക്കുക. ആ നിമിഷപ്രിയൻ്റെ ഇരയാക്കപ്പെട്ട ആ ഒരു തലാലിൻ്റെ കുടുംബം മാപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള പിരിവ് കൊടുത്തിട്ട് മോചിപ്പിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് നിലവിലുണ്ട്. പക്ഷേ അവർക്ക് പൈസ വേണ്ട, അവർക്ക് തൂക്കുകാർ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നിമിഷപ്രിയ എന്നും മോചിതനാകാത്തത്. അതും കാന്തപുരം ഇടപെട്ടിട്ട് കൂടെ. കാന്തപുരത്തിന് അത്രയും ഹോൾഡ് അവിടെ ഉണ്ട്, MLA ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഓരത് കുടുംബം ആണ് ഫൈനൽ വാക്ക്. അതിൻ്റെ അപ്പുറത്തേക്ക് ആ നിയമ വ്യവസ്ഥയിൽ പോസിബിൾ അല്ല. അപ്പോൾ സത്യങ്ങൾ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ.